ഏതായാലും സംഭവിക്കും എന്ന് കരുതിയിരുന്നത് സംഭവിച്ചു. ഏതായാലും ഇത്രയും പരുഷമായ രീതിയിൽ ഇല്ലെങ്കിൽ ഇത്രയും നാണംകെട്ട രീതിയിൽ സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. ഉദ്ധവ് താക്കറെക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും ശിവസേനയുടെ നേതാവായി മാറുകയും ചെയ്ത സഞ്ജയ് റൗട്ട് BJPയും ശിവസേനയും തമ്മിൽ അകറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതും ഈ സഞ്ജയ് റൗട്ടായിരുന്നു. BJPയുമായി ബന്ധം പിരിഞ്ഞ ഉദ്ധവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതും സഞ്ജയ് റൗട്ടായിരുന്നു. സഞ്ജയ് റൗട്ടിൻ്റെ ഏറ്റവും വലിയ ശത്രു നരേന്ദ്രമോദി അമിത്ഷായും ഒക്കെ ആയിരുന്നു. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത സഞ്ജയ് റൗട്ടിനെ ഒരു മുറിയിലിട്ട് പ്രവർത്തകർ പഞ്ഞിക്കിട്ടു എന്നുള്ള വാർത്തയാണ്. ഇത് സംഭവിച്ചത് മറ്റെവിടെയുമായിരുന്നില്ല. ഉദ്ധവ് താക്കറയുടെ വസതി മാധോശ്രീ, ശിവസേനയുടെ തട്ടകമില്ല, ശിവസേനയുടെ കുടുംബം എന്ന് പറയുന്ന ഉദ്ധവ് താക്കറയുടെ വസതിയായ മാധോശ്രീയിൽ ആയിരുന്നു. ഉദ്ധവിൻ്റെയും മകൻ്റെയും മുൻപിലിട്ട് അവർ നോക്കിക്കൊണ്ട് നിൽക്കെയാണ് സഞ്ജയ് റാവുത്തിനെ പ്രവർത്തകർ അടിച്ച് നിലംപരിശാക്കിയത് എന്ന് പ്രമുഖ മറാത്തി പത്രപ്രവർത്തകനായ ഭവ്ഡോർ സേക്കർ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ശിവസേനയുടെ, അതായത് ഉദ്ധവിൻ്റെ പക്ഷവും ഉദ്ധവ് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ വാർത്ത സത്യം എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അവിടെ ഇപ്പോൾ വരാനിരിക്കുന്നത് മുംബൈയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഈ ബാന്ദ്രയിലുള്ള മാധോശ്രീയിലേക്ക് ഒരു യോഗം ഉദ്ധവ് താക്കറെ വിളിച്ചത്. അവിടേക്ക് എത്തിയ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ പറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദി സഞ്ജയ് റൗത്ത്. ഇതിനെ സഞ്ജയ് റാവുത്ത് ചോദ്യം ചെയ്തതോടുകൂടിയാണ് പ്രവർത്തകർ ഈ സഞ്ജയ് റാവുത്തിനെ പൊതിരത്തല്ലി, അതായത് ഒരു മുറിയിലേക്ക് മാറ്റി നിർത്തി അവിടെ ഇട്ട് തല്ലുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് BJPയുമായി ശിവസേന ബന്ധം പിരിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രവർത്തകരിൽ വലിയ വിഭാഗം BJPയുമായി വീണ്ടും ചേരണമെന്നും ഇന്ത്യയുടെ ഭാഗമാകണമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ പറഞ്ഞപ്പോൾ അതിനെല്ലാം എതിർത്തത് ഈ സഞ്ജയ് റൗട്ടായിരുന്നു. ഇനിയിപ്പോൾ സഞ്ജയ് റൗട്ടിന് എത്രത്തോളം സ്പേസ് ശിവസേനയിൽ കിട്ടുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് മാധോശ്രീയിലെത്തി ഉദ്ധവ് താക്കറയെ കണ്ട് സംസാരിച്ചിരുന്നത്. ഒരുപക്ഷെ ഉദ്ധവിന് ഇനി ഒരു വഴിയുള്ളത് NDAയിലേക്ക് മടങ്ങുക എന്ന് മാത്രമാണ്. അതിന് ഏക തടസ്സമായി നിന്ന വ്യക്തിയും ഈ സഞ്ജയ് റാവുത്തായിരുന്നു. ഏതായാലും സഞ്ജയ് റൗട്ടിന് മർദ്ദനമേറ്റു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം.